ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാചാം രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃതായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോചിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം. വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യത്തെ അത്ര കൃതിഭിഃ ശുശ്രൂക്ഷുഭിക്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. പ്രായേണാൽപായുഷഃ സഭ്യഃ കലാവസ്മിൻ യുഗേ ജനാഃ. മന്ദാഃ സുമന്തമതയോ മന്ദഭാഗ്യാ ഹ്യുപദ്രുതാഃ. ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ. അധഃ സാധോ അത്ര യത്സാരം സമുദ്ധൃത്യ മനീഷയാ. ബ്രൂഹി ന ശ്രദ്ധധാനാനാം യേനാത്മാ സംപ്രസീദതി. ശ്രേയസ്പതിയായിട്ടുള്ള സാക്ഷാത് നാരായണ ചരിത്രമായ ഭാഗവതത്തെയാണ് നമ്മൾ സാധനാരൂപത്തില് തപസ് രൂപത്തില് നിത്യം ശ്രവിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു യജ്ഞമാണ്, ജ്ഞാനയജ്ഞം. യജ്ഞം എന്ന വാക്കിന് ഈശ്വരൻ എന്ന് തന്നെ അർത്ഥം. വിഷ്ണു സഹസ്രനാമത്തില് ഭഗവാന്റെ ഒരു നാമമാണ് യജ്ഞം. യജ്ഞകൃത്, യജ്ഞം നടത്തുന്നതും ആരാ? ഭഗവാനാണ്. ഒരു യജ്ഞം ആര് നടത്തണോ അതാണ് ഭഗവാൻ. ആര് യജ്ഞത്തില് പങ്കുകൊള്ളണോ അതും ഭഗവാൻ. യജ്ഞം ഭഗവാൻ. ചമകത്തില് ഒരു വിചിത്രമായിട്ട് പൊതുവില് സന്യാസിമാര് കൂടെ ചമകം ജപിക്കില്ല. എന്താന്ന് വെച്ചാൽ ചമേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് തരൂ, എനിക്ക് തരൂ, എനിക്ക് തരൂ. ശംചമേ മയശ്ചമേ പ്രിയം ചമേ അനുകാമശ്ചമേ കാമശ്ചമേ. എല്ലാം ചമേ ചമേ, എനിക്ക് തരൂ. ജഗച്ചമേ, ധനം ചമേ, എല്ലാം ധനം തരൂ, ഇത് തരൂ, അത് തരൂ, സ്വപ്നം തരൂ, എല്ലാം ജാഗ്രത തരൂ, സുഷുപ്തി തരൂ, ഉറക്കം തരൂ, എല്ലാം തരൂ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് വലിയൊരു ആഗ്രഹത്തെ ഉണ്ടാക്കുകയല്ലേ?
അതിന്റെ അവസാനത്തില് എന്താ പറയണത് വെച്ചാൽ യജ്ഞം ഛമേ സർവം യജ്ഞേന കൽപ്പന്താം. സർവത്തിനും യജ്ഞോ യജ്ഞേന കൽപ്പന്താം. യജ്ഞത്തിന് തന്നെ യജ്ഞത്തിന് കൊടുക്കുകയാണ് അത്ര. എന്ന് വെച്ചാൽ യാഗഭൂമിയൊക്കെ നടന്ന സോമയാഗം ഒക്കെ നടക്കുന്ന യാഗഭൂമിയൊക്കെ നമ്മൾ പോയി നോക്കിയാൽ യാഗഭൂമിയെ അവസാനം ഒരു യാഗാഗ്നി കൊണ്ട് തന്നെ കൊളുത്തു അത്ര. They will fire that യാഗഭൂമി ഓൾസോ. എന്താന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിനാൽ സർവവും ഒരേ ഒരു അഗ്നിയായി മാറണം. അപ്പൊ എന്തിനാ ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ ഈ യജ്ഞത്തിനെയും ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് എരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ടേ നമുക്ക് എരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കന്ദർപ്പദർപ്പഗ്നമീശം കാലകണ്ഠം മഹേശം മഹാവ്യോമകേശം കുന്ദാവദന്തം സുരേശം കോടി സൂര്യപ്രകാശം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ. കന്ദർപ്പദർപ്പഘ്നമീശം. കന്ദർപ്പൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ. കാമം എന്ന് പറഞ്ഞാൽ ആസക്തി എന്നർത്ഥം. ഈ കാമത്തിനെ നമുക്ക് കാമത്തിനെ കൊണ്ട് എരിപ്പിക്കാനേ പറ്റില്ല. എങ്ങനെ പറ്റും? ഒരാഗ്രഹം വന്നാൽ ആ ആഗ്രഹത്തെ നിവർത്തി ചെയ്തുകൊണ്ട് ആഗ്രഹം നിവർത്തി ആവില്ല. വീണ്ടും ആഗ്രഹം പൊന്തും. ആ ആഗ്രഹത്തിൽ നിന്നും മറ്റൊരു ആഗ്രഹം ഉണ്ടാവും. ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ ടേസ്റ്റ് ചെയ്താൽ ഇതിനേക്കാളും അപ്പുറത്തൊരു ടേസ്റ്റ് ഉണ്ടോ എന്ന് ചിന്തിക്കും. ബാഹ്യ ഒബ്ജക്ട്സിലെല്ലാം. ഇപ്പൊ ഇവിടെ ഒരു AC ഉണ്ട്. ഈ AC-യിൽ തണുപ്പ് അത്ര വന്നില്ല, ഇതിനേക്കാളും തണുപ്പുള്ള AC ഉണ്ടോ? കാളും 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 നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ. ഈ കാളും എന്ന് പറയുന്നതിനെയാണ് കാളി എന്ന് പറയുന്നത്. കാലം എന്നർത്ഥം. പോയിക്കൊണ്ടേയിരിക്കും. ആയുർനശ്യതി പശ്യതാം പ്രതിദിനം യാദിക്ഷയം യൗവനം പ്രത്യായന്തി ഗദാഃ പുനർന ദിവസാഃ കാലോ ജഗദ്ഭക്ഷകഃ. ഈ കാളി എന്ത് ചെയ്യണോ? ജഗത്തിനെ മുഴുവൻ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കും. എന്നുവെച്ചാ കാളിക്ക് എന്തിനാ മാംസം നിവേദിക്കുന്നത്? പൊതുവിൽ എല്ലാവർക്കും ചർച്ചയുണ്ട്. ഈ ചർച്ച എനിക്കൊരു കോൺട്രഡിക്ഷൻ ആക്കണത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് കാളിക്ക് ഏത് മാംസമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഊനാറുടൽ ഇതുവേ. നമ്മുടെ സ്വാമി പറയും ഊന് എന്ന് പറഞ്ഞാൽ ഈ ശരീരം, ഈ മാംസമയമായിട്ടുള്ള ശരീരം, ഈ ശരീരമാണ് കാളി കഴിക്കുന്നത്. അതുകൊണ്ടാണ് കാളി എന്ന് പേര്. എന്തിന് കാളിക്ക് കാളി എന്ന് പേരെന്ന് വെച്ചാൽ ഈ ശരീരത്തിനെ കാളി കഴിക്കണം. നമ്മുടെ സ്വാമി പറയത്രേ, ഈ ശരീര അഭിമാനമുള്ളവരാണ് നോൺ വെജിറ്റേറിയൻ. എന്ന് വെച്ചാൽ നോൺ വെജിറ്റേറിയൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ. ഊനാർ ഉടൽ ഇതുവേ നാനാമ്യനും നിനൈവേ. ആ ഞാൻ എന്നുള്ളൊരു തോട്ടാണ് നോൺ വെജിറ്റേറിയൻ. ഇതിനെ നല്ല പോലെ വയ്ക്കണം അല്ലെ, ഇതിനെ നല്ല പോലെ എന്തൊക്കെയോ പറയും, പ്രോട്ടീൻസ് കൊടുക്കണം, വിറ്റാമിൻസ് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോൺ വെജിറ്റേറിയൻ ആവാനുള്ള സിംറ്റം ഇതിലൂടെയാണ് വരുന്നത്. അതിനൊരു ഉദാഹരണം എന്താന്ന് വെച്ചാൽ, ഒരു പരുന്ത് നല്ല ഉയരത്തിൽ പറക്കും. ഈ പരുന്ത് നേരെ പോയി ഒരു ഇറച്ചിയുടെ കഷ്ണം കയ്യിലെടുത്തു, ഒരു മാംസ കഷ്ണം കയ്യിലെടുത്തിട്ട് ഈ പരുന്ത് പറക്കുകയാണ്. ബാക്കിലൂടെ കാക്കകളെല്ലാം വേട്ടയാണ്. നമ്മുടെ ജീവിതം അതാണ്. നമ്മളെ എത്രത്തോളം ആളുകളെ വേട്ടയാടുന്നു പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്വത്തുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളുകളെ വേട്ടയാടും. എപ്പോ പരുന്തിന് സഫറിങ് മാറുമെന്ന് പറഞ്ഞാൽ കുറെ ശല്യം കരുതുമ്പോ ഈ മാംസക്കട്ട അങ്ങോട്ട് വിട്ടുകൊടുക്കുമ്പോഴ് കാക്കകളെല്ലാം പോയിട്ട് ഈ മാംസത്തിന്റെ പിന്നാലെ പോവും. പരുന്തിന് രക്ഷയുണ്ട്. അത് എത്ര ഉയരെ പറഞ്ഞാലും ഇത് സഫർ ചെയ്തുകൊണ്ടേയിരിക്കും, സഫറിങ് കൊടുത്തുകൊണ്ടേയിരിക്കും. കീഴെ ഇറങ്ങി വന്നാലേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് തൻ്റേത് എന്നൊരു സ്വത്തുണ്ടെങ്കിൽ എത്ര വലിയ പരുന്താണെങ്കിലും ഹി കനോട്ട്
eat something that he carries in air or in height. ആത്മജ്ഞാനം എന്ന് പറയുന്നത് അതാണ്, ഒരു വലിയൊരു ഹൈറ്റാണ്. ത്യാഗേനൈകേ അമൃതത്വമാനശു. ത്യാഗത്തിലൂടെ ആ ജ്ഞാനം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ലൗകികപരമായിട്ട് നമ്മൾ പിടിച്ചു വച്ചിരിക്കണമെങ്കിൽ, അതിനെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ കീഴേക്ക് ഭൂമിയിൽ ഇറങ്ങി വന്നാലേ പറ്റുള്ളൂ. സുന്ദരമൂർത്തി നയനാറിന്റെ കഥയൊക്കെ അതാണ്. കൈലാസത്തില് ഭഗവാനോടൊത്ത് നിന്ന സമയത്ത് ഒരു ക്ഷണനേരത്തേക്ക് ഭഗവാനിൽ നിന്നും ശ്രദ്ധ പോയി. ഭഗവാൻ പറഞ്ഞു, ഓ നിനക്ക് ആസക്തി വന്നോ സുന്ദര, നീ ഭൂമിയിൽ പോയി ജനിച്ചോളൂ. അപ്പൊ മേന്ന് കരയുന്നുണ്ട്. എന്താ, ഭൂമി അത്ര നല്ലതല്ല. എല്ലാ കുട്ടികളും നോക്കൂ, ഏതെങ്കിലും ഒരു കുട്ടി ഹായ് മമ്മി ഡാഡി പപ്പ എന്നൊക്കെ വിളിച്ചോണ്ട് വരണുണ്ടോ? ഏതെങ്കിലും കുട്ടി വേദം ചൊല്ലിക്കൊണ്ട് വരണുണ്ടോ? ഏതെങ്കിലും കുട്ടി സിനിമ പാട്ട് പാടിക്കൊണ്ട് വരണുണ്ടോ? നാരായണ ജപിച്ചുകൊണ്ട് വരണുണ്ടോ? ഒന്നുമില്ല. എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് വരണത്. എന്താ വെച്ചാൽ ഭൂമിയിൽ താപമുണ്ട്, താപമുണ്ട്. ഈ താപത്തിന് നിവർത്തി തരുന്നതായിട്ടുള്ള ഭഗവാനെ അറിയാന്ന് വെച്ചാലോ അല്പായുസാണ്. അല്പായുസിൽ എന്തൊക്കെയോ വച്ചിരിക്കുന്നു. 80 വയസ്സായ ഒരു അമ്മച്ചി കൂടെയും ബാങ്കിൽ പോയിട്ട് 20 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഈ തുക ഇട്ടാൽ എത്ര കിട്ടും, പലിശ എന്ന് ചോദിക്കണം. അത്ര എന്താന്ന് വെച്ചാൽ ആശ തീർന്നില്ല. 20 ഇനി ഒരു ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കോ കൂടെ ആർക്കും അറിയില്ല. ആശ അല്ലേ, ആശ പ്രതീക്ഷ ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് തന്നെ ഒരാൾ പറഞ്ഞു, ഭഗവാന് തന്നെ അന്നൊരു 60 വയസ്സോ എന്നൊക്കെ ആയി. ഭഗവാൻ ഒരു 100 വയസ്സ് വരെ ജീവിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം എന്ന് അദ്ദേഹം പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു അപ്പൊ പോകും. എന്താ അയാളുടെ ആഗ്രഹം എന്നറിയോ? 100 വയസ്സ് വരെ ജീവിക്കണത് ഞാൻ കാണണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു അപ്പൊ പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഈ പറയണ ആളുണ്ടല്ലോ ഭഗവാനേക്കാൾ ഒരു 20 ഇയേഴ്സ് മുതിർന്നതാണ്. ഭഗവാൻ 100 വയസ്സ് വരെ അയാൾ കാണണം എന്ന് പറയണമെങ്കിൽ ഇയാൾ 120 വയസ്സ് വരെ ജീവിക്കണം. ഇതാണ് ആഗ്രഹം പിന്നിൽ വെച്ചിരിക്കുന്നത്, ഒരു പ്രതീക്ഷ പിന്നിൽ വെച്ചിരിക്കണോ അല്ലേ? പക്ഷെ അതിനനുസരിച്ചോ സമയമേ ഇല്ല. ആയുർ നശ്യതി പശ്യതാം പ്രതിദിനം യാതിക്ഷയം യൗവനം പ്രത്യായന്തികദാഹ പുനർന ദിവസാഹ കാലോ ജഗത് ഭക്ഷിത. എന്നാൽ ഈ ചുരുക്ക സമയത്തിൽ എന്താ നിങ്ങൾ ചെയ്യണത്? സ്വിസ് ബാങ്ക് പണം ഒന്നിട്ട് 2 വാരം, വീട്ടിൽ സ്വർണം വെച്ചിട്ട് നാട്ടിൽ കേള് നടക്കും. ഇത് വലിയ വേദാന്ത വിചാരമാണ്. സ്വന്തം വീട്ടില് സ്വഗ്രഹേ പായസം തെക്വാ ഭിക്ഷാം ആചരന്തി. ബാഹ്യത്തിൽ പോയി, ബഹിർമുഖത്തിൽ പോയി ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കണം. ഉള്ളിലെ പായസം വെച്ചിട്ട്, ആത്മസ്വരൂപം വെച്ചിട്ട്. ബാങ്കിൽ ലോൺ കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും. ഈ കാശിനെ കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല പരിചയമുള്ള ഒരു ഫാമിലി. അദ്ദേഹം രാവിലെ 4 മണിയാകുമ്പോൾ ജോലിക്ക് പോകും, രാത്രി 11 മണിക്ക് വരും. സമ്പാദ്യം മാത്രം, രാവിലെ ഉറങ്ങും. കുട്ടികളെ കൂടെ കാണണില്ല. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് കുട്ടികളെടുത്ത് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തൂടെ? ഇതെന്ത് ജീവിതമാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സ്വാമി ഞാൻ 45 വയസ്സ് വരയ്ക്കും ജോലി എടുക്കും, പൈസ സമ്പാദിക്കും. 45-ന് ശേഷം ഞാൻ സുഖമായിട്ടിരിക്കട്ടെ. ഇയാൾ 44 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. കാലോ ജഗത് ഭക്ഷിത. ഈ കാലത്തിനുണ്ടല്ലോ, ഈ കാലം ജഗത്തിനെ കഴിച്ചുകൊണ്ടിരിക്കണം. ജഗത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം ഉൾപ്പെടെ ഇൻസൈഡ് ദി ജഗത്ത്. ലക്ഷ്മി തോയ തരംഗഭംഗ ചപല. ഇതിനെ കൂട്ടിവെക്കാം. ലക്ഷ്മിയെ, ആരെ? മഹാലക്ഷ്മിയെ. വിഷ്ണുവിനെ ആർക്കും വേണ്ട, മഹാലക്ഷ്മിയെ പിടിച്ചു വെക്കാം. അത് പൊയ്ക്കൊണ്ടേയിരിക്കും. തോയ തരംഗ ഭംഗ ചപല. ഗംഗയെക്കാളും സ്പീഡ് ഒഴുക്ക്. ഋഷികേശിലൊക്കെ പോയാൽ ഗംഗ ഒഴുകിനേക്കാളും സ്പീഡ്. വിദ്യുച്ഛലം ജീവിതം. ഈ ജീവിതം ഉണ്ടല്ലോ ഒരു വൈദ്യുതി പോണത് പോലെ പോകുന്നത്. വിദ്യുച്ഛലം.
എന്താ പിന്നെ വഴി എന്ന് വെച്ചാൽ തസ്മാൻ മാം ശരണാഗതം ശരണതത്വം രക്ഷ രക്ഷാതുന, ഭഗവാനെ രക്ഷ. അല്പായുസായിട്ടിരിക്കണു ഈ കലിയുഗത്തില്, പോരാത്തതിന് ദീർഘ ഉറക്കം. സത്സംഗത്തിലിരുന്നാ ഉറങ്ങിപ്പോകും, ഉറങ്ങാൻ കിടന്നാ ഉറക്കമില്ല. എല്ലാവരും പ്രേതത്തിനെ പോലെ ഫോണും നോക്കി കളിച്ചുകൊണ്ടേയിരിക്കും. മന്ദാഹ സുമന്തമതയ, ബുദ്ധിയോ അല്പബുദ്ധി, എല്ലാത്തിലും സംശയം ചൊലുത്തുന്ന ബുദ്ധി. മന്ദഭാഗ്യാഹ, മന്ദഭാഗ്യം, ഭാഗ്യമേ ഇല്ലാത്രേ. ഉപദ്രുതാഹ, എല്ലാ രോഗം. ചെറിയ കുട്ടി തൊട്ട് ഷുഗർ, കുത്തി 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 കയ്യിൽ കാലിലൊക്കെ കുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്, കുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, ഒക്കെ ഉണ്ട്. നല്ലതൊട്ടും കയ്യിലില്ല. അതുകൊണ്ട് ഈ ഋഷികൾ ചോദിക്കുകയാണ്, അല്ലയോ ഇത് മുഴുവനായിട്ടൊന്നും തരണ്ട, അങ്ങ് അറിഞ്ഞതുണ്ടല്ലോ സൂത, ഈ ശാസ്ത്രങ്ങളൊക്കെ ശരി, സാരവത്തായത് നമുക്ക് തരൂ. അതഹ സാദോ അത്രയത്സാരം സമുദ്രത്യമനീഷയാ ബ്രൂഹിന ശ്രദ്ധദാനാനാം യേനാത്മാ സംപ്രസീദതി. സാരവത്തായ ഒരു വിഷയത്തെ നമുക്ക് തരൂ. അതുകൊണ്ട് ആ വിഷയം നമ്മളോട് പറഞ്ഞാലും, ഏതൊന്നാണോ നമ്മുടെ ബുദ്ധിയെ പ്രസാദിപ്പിക്കുന്നത്, ബുദ്ധി ഏത് കിട്ടിയാലാണോ, എല്ലബ്ധോ പുമാൻ തൃപ്തോ ഭവതി. വേറെ ഒന്നും വേണ്ട, എന്ത് കിട്ടിയാലാണോ ഒരു ജീവൻ തൃപ്തമാവണത്, അതിനെ നമുക്ക് പറഞ്ഞു തരൂ, ആ വിദ്യയെ നമുക്ക് പറഞ്ഞു തരൂ. സൂതജാനാസ്തി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതിഃ ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ തന്ന ശുശ്രൂഷമാണാനാം അർഹസി അംഗാനുവർണിതും യസ്യ അവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. അല്ലയോ സൂത, ജാനാസി തേ ഭദ്രം, നിനക്ക് ഭദ്രം വരട്ടെ, നിനക്ക് സർവമംഗളം ഉണ്ടാവട്ടെ. നീ അറിയുന്നു സാത്വതാം പതിഹി, സാത്വതാം എന്ന് പറഞ്ഞാൽ ഭക്തന്മാർ, ഭക്തന്മാരുടെ പതി, ഭക്താനാം പതി, പശുപതി എന്നുവെച്ചാൽ സർവജീവജാലങ്ങൾക്കും പതിയായിട്ടുള്ളത്, സർവജീവജാലങ്ങളിലെയും നയിക്കണതായിട്ടുള്ള സാത്വതാം പതിഹി ഭഗവാന്, സാക്ഷാത് നാരായണൻ, ജഗത് പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം, ആ പുരുഷോത്തമനായിട്ടുള്ള നാരായണന്റെ യസ്യ ചികീർഷയാ, ഏതൊരു കാര്യ നിർവഹണത്തിന് വേണ്ടിയിട്ടാണോ നാരായണൻ ഇവിടെ അവതരിച്ചിരിക്കുന്നത്, എന്ത് ഇച്ഛ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്ത് ക്രിയ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചികീർഷയാ വസുദേവസ്യ ദേവക്യാം, വസുദേവന്റെ പത്നിയായിട്ടുള്ള ദേവകിയില് ജാതഃ അവതരിച്ചു. ഭഗവാന്റെ അവതാര ലക്ഷ്യം എന്താണ്? എന്തിനാ ഭഗവാൻ അവതരിച്ചത്? അവതാരം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നും ഡയറക്ട്ലി ടു ഭൂമി, ഇതിനെയാണ് അവതാരം. ഭൂമിയിൽ നിന്നും ഡയറക്ട്ലി ടു സ്വർഗം, ഇതിനെയാണ് ഭവതാരം എന്ന് പറയുന്നത്. ഭവതാരം ഭഗവാന്റെ അവതാരമാണ്. 5 തരത്തിൽ അവതാരമുണ്ടെന്ന് വൈഷ്ണവ സമ്പ്രദായം പറയുന്നു. പര, വ്യൂഹ, അന്തര്യാമി, വിഭവ, അർച്ചൻ. ഈ 5 അവതാരത്തെ പറയണം.
ഇപ്പൊ നമുക്കത് വിഷയമല്ല എങ്കിൽ കൂടെയും പറയാം. പര എന്ന് പറഞ്ഞാൽ സാക്ഷാത് ആത്മസ്വരൂപം, പരമാത്മാ ഇത് ശബ്ദത്തെ. പരമാത്മാ എന്ന് പറഞ്ഞാൽ ആത്മാ തന്നെ എന്ന് ശങ്കരാചാര്യര് നിരൂപണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. വൈഷ്ണവ സമ്പ്രദായത്തിൽ സമ്പ്രദായപരമായിട്ടൊന്നും നമ്മൾ കോലാഹലം ഉണ്ടാക്കാനൊന്നും സൃഷ്ടിക്കണില്ല, ഇപ്പൊ പറയണില്ല. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒരു പരമാത്മസ്വരൂപമായിട്ട് സാന്ത്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. പര എന്ന് പറഞ്ഞാൽ അന്തര്യാമി, ആനന്ദ അവബോധാത്മകം. വ്യൂഹ എന്ന് പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരത്തിലൊക്കെ ഇരിക്കുന്നതായിട്ട്. വിഭവ എന്ന് പറഞ്ഞാൽ അവതാര രൂപത്തില്. നമുക്ക് വിഭവം ഭവതാരം, ഇവിടെ ഭൂമിയിൽ നിന്നും മുകളിലേക്ക് പോയവർ എന്നൊക്കെ അർത്ഥം. നേരത്തെ പറഞ്ഞു അവതാരം ഭവതാരം. അന്തര്യാമി, തൻ്റെ ഉള്ളില് ആത്മസ്വരൂപമായിട്ടിരിക്കുന്നത് അന്തര്യാമി. അർച്ച എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ക്ഷേത്രങ്ങളിലൊക്കെ പോയ ഒരു അർച്ചാവതാരം. വൈഷ്ണവ സമ്പ്രദായത്തിൽ പ്രധാനം അർച്ചാവതാരം. ഇപ്പൊ കൃഷ്ണൻ എന്നോ അവതരിച്ചു പോയി, പക്ഷെ നമുക്ക് ഇന്നും ഗുരുവായൂരിൽ പോയ കാണാം. തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ. ഗുരുവായൂരിൽ മാത്രമേ ഉള്ളൂ, തൊട്ടടുത്ത കൃഷ്ണൻ കോവിലുണ്ട് അല്ലേ. പക്ഷെ നമുക്കെന്താ ഗുരുവായൂരിലൊരു പ്രത്യേകത എന്ന് വെച്ചാ നമ്മളോട് തന്നെ ചോദിക്കണം. ബാലകൃഷ്ണൻ നായർ സാറ് എൻ്റെ ബന്ധു ഒരിക്കലും വീട്ടിൽ വന്നിട്ട് ചോദിച്ചു സാറിൻ്റെ അടുത്ത്, ഭയങ്കര തിരക്ക്, ഗുരുവായൂരിൽ പോകാൻ പറ്റില്ല, ട്രെയിൻ ടിക്കറ്റ് ഒന്നുമില്ല, അതെന്താ തൊട്ടടുത്ത് ഈ ഒരു കൃഷ്ണൻ കോവിലിൽ പോയാൽ പോരെ, അവിടെ അത്ര ശക്തി പോരാന്ന്. അപ്പോൾ ആളുകളുടെ വിചാരമാണ് ശക്തി പോരാന്നൊരു വിചാരമുണ്ട്. അപ്പൊ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കുഴപ്പമൊന്നും വരുത്തണ്ട, ശക്തി പോരെയോ ഗുരുവായൂർ തന്നെ പൊയ്ക്കോളൂ. പക്ഷെ എൻ്റെ മനസ്സും എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യവും ഗുരുവായൂരും തമ്മിൽ നോക്കിയാൽ എൻ്റെ ചൈതന്യവത്തായിട്ടിരിക്കണ അന്തര്യാമിയായിട്ടിരിക്കണ ഭഗവാനാണ് ദൂരം കുറവ്. ഗുരുവായൂരിൽ പോകണമെങ്കിൽ ടിക്കറ്റ് കിട്ടണം, തള്ളു കിട്ടണം, ഇടി കിട്ടണം. പ്രത്യേകിച്ച് ഗുരുവായൂരിൽ പോകണമെങ്കിൽ ജിമ്മിലൊക്കെ പോകാതെ പോകാനും പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു ഇടി കിട്ടിയാൽ അതിനെ തടുക്കാനുള്ള ശേഷി വേണം. കളരി പഠിക്കണം, ഒക്കെ പഠിച്ചിട്ടേ ഗുരുവായൂർ ദർശനത്തിന് പോകാവൂ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇടിയാണ് അവിടെ അല്ലേ. അപ്പോ അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് എന്തിനാണ് ഭഗവാന്റെ അവതാരം? വസുദേവർക്കും ദേവകിക്കും എന്തിനാ അവതാരം നോക്കിയാൽ നമ്മുടെ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. വരുമ്പോ തന്നെ വസുദേവർക്കും ദേവകിക്കും ഒരു ഉപദേശം ഭഗവാൻ കൊടുത്തു. യുവാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചിന്തയന്തോ അസഹൃത് ചിന്തയന്തോ കൃതസ്നേഹോ. യുവാം പുത്രഭാവേന, ആ കുട്ടി ഉപദേശം ആരംഭിച്ചു. ആർക്കാ? അച്ഛനും അമ്മയ്ക്കും തന്നെ ഫസ്റ്റ് ഉപദേശിച്ചു. ചില കുട്ടികളൊക്കെ വീട്ടിൽ പറയില്ലേ, അമ്മ ഒരിടത്തും പോരുത്, അച്ഛൻ ഒരിടത്തും പോരില്ല, ശരീരമൊക്കെ നോക്കണേ, സൂക്ഷിക്കണേ എന്നൊക്കെ ചില കുട്ടികളൊക്കെ പറയും വീട്ടില്. കേൾക്കുമ്പോ അറിയാം, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കാർട്ടൂണൊക്കെ കാണുന്നുണ്ട്, എല്ലാം അറിയാം. അപ്പോ ഈ പുത്രൻ പറയാം, ഞാനൊരു കാര്യം പറയാം, പുത്രഭാവേന, ഞാൻ നിങ്ങളുടെ പുത്രൻ എന്നൊരു ഭാവം നിങ്ങൾക്ക് ഉണ്ടല്ലോ, ബ്രഹ്മഭാവേന ചിന്തയന്തോ, ഈ പുത്രനോടൊരു ഭാവം ഉണ്ടല്ലോ, ആ പുത്രൻ ഈ ശരീരമല്ല, ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ് എന്ന് നീ ഭാവിച്ചുകൊള്ളുക. ഇതാണ് ഉപദേശം, ഇതാണ് ഭാഗവതത്തിന്റെ മർമ്മം. കൃഷ്ണൻ ഒരു ശരീരത്തിൽ അവതരിച്ചത് നമുക്ക് ഒരു കാര്യമില്ല, there is no use. കുറച്ചു നേരത്തേക്ക് നമുക്ക് ആനന്ദിക്കാന്നല്ലാതെ ഗോപികമാരെ പോലെ ആയിരിക്കും അല്ലെ. ഗോപികമാര് പറയണില്ലേ, ഈ കൃഷ്ണൻ ഉണ്ടല്ലോ ഇയാളെ വിശ്വസിക്കാനേ പാടില്ല അത്രയെന്നാണ് പറയുന്നത്. എന്താന്ന് വെച്ചാ ചിലരൊക്കെ അങ്ങനെയാണ്, ചില സത്സംഗത്തിലൊക്കെ പോയി ഇങ്ങനെ ആഗ്രഹം വരും, അവരെ കൂടെ നിൽക്കണം, അവരെന്തെങ്കിലും പറയണം എന്നൊക്കെ ആഗ്രഹം വരും.
ഗോപികാഭാവമാണത്. എന്താന്ന് വെച്ചാൽ ശരീരമായിട്ട് നമ്മൾ കാണുന്നു, അന്തര്യാമിയായിട്ട് നമ്മൾ കണ്ടാൽ നമുക്ക് ഈ ഭേദഭാവന എന്നില്ല. ഒരു ശരീരം വേറെ അന്യത്ര ശരീരം ഉണ്ടെന്ന് നമ്മൾ അറിയില്ല. ഗോപികമാരൊക്കെ കൃഷ്ണൻ എവിടെയോ നിന്ന് പുല്ലാങ്കുഴലിൽ ഓടുമ്പോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കണം. ഗോപികമാർക്ക് ഭർത്താവിന് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കണം, ഭാര്യയ്ക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കണം, ഭാര്യ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ കൃഷ്ണന്റെ പുല്ലാങ്കുഴലിൽ വിളി കേട്ടാൽ ഈ ഗോപികമാരുണ്ടല്ലോ സമാധി സ്ഥിതിയിൽ ഓടി അടുത്തേക്ക് പോകുമ്പോൾ കൃഷ്ണൻ പറയും, എന്തിനാ വന്നത്, ഞാൻ ആരെങ്കിലും വിളിച്ചു എന്ന് ചോദിക്കും. അതുകൊണ്ട് ഈ കള്ളനെ വിശ്വസിക്കാനേ പാടില്ല എന്ന് ഗോപിക പറയും. എന്താ അങ്ങനെ കാരണം എന്ന് വെച്ചാൽ അന്യത്ര പശ്യതി, വെളിയിൽ അന്യമായിട്ട് ഭഗവാനെ കണ്ടു, ആത്മസ്വരൂപമായിട്ട് ഭഗവാനെ കണ്ടാൽ അത് നമുക്ക് ഉന്നതിക്ക് കാരണമാകും. അതുകൊണ്ട് വസുദേവരെടുത്ത് ഉപദേശം കൊടുത്തത് ഇതാണ്. ഇത് തന്നെയാണ് ഭഗവാന്റെ അവതാര കാരണവും. ഭഗവാനിലൂടെ, ആ കൃഷ്ണനിലൂടെ ഈ പ്രപഞ്ച രഹസ്യത്തെ നമുക്ക് പറഞ്ഞു തരണു, ഗുഹ്യമായ പൊരുളെ നമുക്ക് പറഞ്ഞു തരണു. അതുകൊണ്ട് വസുദേവസ്യ ദേവാഖ്യാം ജാതഃ, അതുകൊണ്ട് വസുദേവരിൽ ഞാൻ ജനിച്ചു. എന്തിനാ ജനിച്ചത് എന്ന് ഋഷികൾ ചോദിക്കുകയാണ്. ഋഷി ഊച്ചുഹു. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.